എന്റെ ബോഡി ഷോ കാണണമെങ്കിൽ നീ ബാത്റൂമിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ജിൻഡോ, നമ്മുടെ ജിമ്മൻ ജിൻഡോ ആണ് പറഞ്ഞത് ആരടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന റാണിയോട്. എന്റെ ബോഡി ഷോ കാണണമെങ്കിൽ നീ ബാത്റൂമിലോട്ട് വാ, മാഡം ബാത്റൂമിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം എന്നുള്ളത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതിന് കൃത്യമായിട്ട് ഈ പറയുന്ന യമുന റാണി പ്രതികരിക്കുന്നുണ്ട്. ആദ്യം അത് കേട്ടുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് അതിന്റെ പറഞ്ഞതിന്റെ അത്രയും ഗൗരവം ആർക്ക് മനസ്സിലായി? യമുന റാണിക്ക് മനസ്സിലായി. യമുന റാണി ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നടന്ന ഒരു പൊറോട്ട നാടകമാണ്, മറ്റൊന്നുമല്ല, ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന പൗഡർ കുട്ടപ്പൻ നടത്തിയ നാടകം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചായിരുന്നു. അതായത് ഈ പുള്ളി ഇത് പറയുന്നത് എന്താണ്, ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ രണ്ട് വിഷയങ്ങളാണ്. ആദ്യത്തെ വിഷയം നമുക്ക് ഈ പറഞ്ഞത് തന്നെ സംസാരിക്കാം. യമുന റാണിയെ കുറിച്ച് ജിൻഡോ പറഞ്ഞ വാക്കുകൾ. അതായത് യമുന റാണി എന്ന് പറഞ്ഞ പവർ ടീമിലുള്ള ആളാണ്. അപ്പോൾ യമുന റാണി ഈ ജിൻഡോയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നു. ഇന്നത്തെ ചായ നീ തന്നെ എടുക്കാൻ. കഴിഞ്ഞ വട്ടം ചായയെക്കുറിച്ച് ജിൻഡോ പറഞ്ഞ അഭിപ്രായം മാനിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു, നീ ഇന്നത്തെ ചായ നീ ഇട്ടോ എന്ന് പറയുന്നു. ഇവൻ ചായ ഇടാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ചായ ഇടുന്ന സമയത്ത് ഒരു ബോഡി ഷോയും കൂടി കാണിച്ചുകൊണ്ട് പിന്നെ ചായ ഇടാൻ പറയുന്നു. അത് ജിൻഡോയ്ക്ക് പിടിക്കുന്നില്ല. ജിൻഡോ പറയുന്നു, ഞാനൊരു ജട്ടി ഇട്ടുകൊണ്ടാണ് ബോഡി നടത്തുന്നത്, ഇവിടെ വെച്ച് ചെയ്യുന്നു, പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ യമുന റാണി അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്, എന്റെ ആ ഷോ എല്ലാം ഉടുപ്പ് ഇട്ടുകൊണ്ട് തന്നെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടെ വെച്ച് തീരുന്നു. അപ്പൊ അവിടെ വെച്ച് തന്നെ ഈ ജിൻഡോ പറയുന്നുണ്ട്, എന്നെ എന്തോ ഞാൻ കൈ തന്നപ്പോഴെന്തോ നിങ്ങൾ തട്ടി എറിഞ്ഞു എന്ന് ജിൻഡോ പരാതിപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈ യമുന റാണി ഈ ജിൻഡോയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട്. കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കുക മാത്രമല്ല ജിൻഡോ ചെയ്തത്, ആ കൈയെ പിടിച്ച് ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ജിൻഡോ. ഓക്കെ, അത് അവിടെ വെച്ച് തീർന്നു. അതിനുശേഷം ബിഗ് ബോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പവർ ടീമിൽ എല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് ഈ കൺഫെഷൻ ഈ പറയുന്ന ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു, പവർ ടീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അവിടെ ഓരോരുത്തർ വന്നിട്ട് മറ്റുള്ള ടീമുകൾ ചെയ്തതല്ല, മറ്റുള്ള ടീമുകൾ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അവിടെ വെച്ചാണ് എന്ത് ചെയ്തു, വീണ്ടും ജിൻഡോ ഇത് വന്നിട്ട്, ജിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പരസ്പര ബന്ധമില്ലാതെയൊക്കെയാണ് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി, ജിൻഡോ വന്നിട്ട് വീണ്ടും ഈ വിഷയം എടുത്തിടുന്നുണ്ട്. ആ വിഷയം എടുത്തിട്ടതിന് ശേഷം ജിൻഡോ ഒരു വാക്കും കൂടി പറയുന്നുണ്ട്, അത് ഞാൻ ഈ പറയുന്ന ബോഡി ഷോ കാണിക്കുന്നത് ഒരു ജട്ടിയിൽ നിന്നുകൊണ്ടാണ് ബോഡി ഷോ കാണിക്കുന്നതെന്നും, നിങ്ങൾക്ക് എന്റെ ബോഡി ഷോ കാണണമെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യും, ഈ പറയുന്ന ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബോഡി ഷോ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ജിൻഡോയോട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന നിങ്ങൾ ഈ ബോഡി ഷോ കാണിക്കുന്നത് ഒരിക്കലും ബാത്റൂമിനകത്ത് വെച്ചിട്ടല്ലല്ലോ, ആണോ? ഇത്രയും പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള ഒരു നൂൽബന്ധം പോലുള്ള ഒരു ജട്ടി ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ ബോഡി ഷോകളെല്ലാം കാണിക്കുന്നത്. അപ്പൊ അവിടെ ജിൻഡോ പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, വളരെ വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതിന് തക്ക മറുപടി തന്നെ യമുന റാണി കൊടുത്തു. ഞാൻ അത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്കയറുന്നുണ്ട് യമുന റാണി. ഓക്കെ, അത് ഫസ്റ്റ് ഇൻസിഡന്റ്. രണ്ടാമത്തെ ഇൻസിഡന്റ് ഇവിടെ നമ്മുടെ പിന്നീട് പൗഡർ കുട്ടപ്പൻ നടത്തിയ പൊറോട്ട നാടകമാണ്. പൗഡർ കുട്ടപ്പൻ ഇവിടെ എന്ത് ചെയ്തു, അതും നമുക്ക് സംസാരിക്കേണ്ടത്. പൗഡർ കുട്ടപ്പന്റെ മേൽ ആരോപിക്കുന്നത് വലിയൊരു എന്താ പറയുക, വലിയൊരു കുറ്റമാണ്. കുറ്റം എന്ന് പറയാൻ വലിയൊരു ആരോപണമാണ്. അതായത് ഇവിടെ സുരേഷിനെ കയറി ഈ പറയുന്ന നമ്മുടെ പൗഡർ കുട്ടപ്പൻ കയറി കെട്ടിപ്പിടിക്കുന്നു. അത് സുരേഷിന് ഇഷ്ടമാവുന്നില്ല. സുരേഷ് രണ്ടു വട്ടം പറഞ്ഞ് എനിക്ക് കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല. സുരേഷ് പറഞ്ഞു വയ്ക്കുന്നത് അവൻ കെട്ടിപ്പിടിക്കുക മാത്രമല്ല ചെയ്ത്, അവൻ മുഖം കൊണ്ടെന്തോ ഇവിടെ എന്തോ ഓരസി, അതെനിക്ക് വേറൊരു രീതിയിലാട്ടാൻ എനിക്ക് തോന്നിയത് എന്നും ഈ പറയുന്ന സുരേഷിനെ പിന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് ഇവരുടെ ഡ്യൂട്ടികളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തു എന്ന് ആരാഞ്ഞപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ സുരേഷ് ബിഗ് ബോസിനോട് ചോദിക്കുന്നത്, ഹരാസ്മെന്റ് ഈ പറയുന്ന പെണ്ണും ആണും തമ്മിൽ ഹരാസ് ചെയ്താലോ മാത്രമാണോ പ്രശ്നം, അതോ ആണിനെ ഫിസിക്കൽ ഹരാസ്മെന്റ് ചെയ്തു കഴിഞ്ഞാലോ അത് പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരമായിട്ട് അതിനോടനുബന്ധിച്ചാണ് സുരേഷ് ഇത് പറയുന്നത്, എന്നെ ഇങ്ങനെ, അതായത് ഇവൻ ലൈംഗികതയോടുകൂടി എന്നെ ടച്ച് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്, സുരേഷ് പിന്നീട് ആരെക്കുറിച്ച് ആരോപിക്കുന്നത്, ഈ പറഞ്ഞ രതീഷിനെ കുറിച്ച് ആരോപിക്കുന്നത്. അതിനെ സപ്പോർട്ടായി ചെയ്തുകൊണ്ട് നമ്മുടെ അവിടെ റോക്കി ബായ് പറയുന്നുണ്ട്, അവൻ ഇന്നലത്തെ ഈ പറയുന്ന എന്തോ ഒരു ലൈഫ് സ്റ്റോറിയിൽ തന്നെ രതീഷ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആണുങ്ങളും സേഫ് അല്ല, അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എല്ലാം കൂടി കൂട്ടി വായിച്ചുകൊണ്ട് എന്താണ് ഈ പറയുന്ന സുരേഷ് മറ്റൊരു ബാഡായിട്ടുള്ള ഇന്റൻഷനോടുകൂടി എന്നെ ടച്ച് ചെയ്തു എന്നുള്ള തരത്തിലാണ് ആര് പറഞ്ഞത്, സുരേഷ്. അവിടെ അത് വലിയൊരു ആരോപണമാണ്. അത് ആ സമയത്ത് കേട്ടുകൊണ്ടിരിക്കും. ആ സംഭവം കഴിഞ്ഞു. അതിനുശേഷം ഷിജോ വന്ന് സംസാരിക്കുന്നു, പലരും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ടവേനെ അടിച്ച് സുരേഷ് വന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഞാൻ
ബിഗ് ബോസ് ഞാനിവിടെ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോകുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നു. കാരണം അവിടെയുള്ള മറ്റൊരൊറ്റ മനുഷ്യനും മൈൻഡ് കമാന്നൊരു അക്ഷരം വിടില്ല. എല്ലാവരും കൈയടിച്ച് പ്രശ്നം നീ പോടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും സുരേഷ് പാവം നേരെ ചെന്ന് പെട്ടിയെല്ലാം എടുത്ത് വെച്ച് നേരെ വെയിലത്ത് കൊണ്ടുപോയി നേരെ എന്ത് ചെയ്തു, ഈ പറയുന്ന പുറത്ത് വാതിലിന്റെ ഫ്രണ്ടിൽ കൊണ്ട് പെട്ടിയും വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ആ വെയിലത്ത് ഇരിപ്പുണ്ട്. ബിഗ് ബോസ് കതവ് തുറക്കുന്നു. ഈ പറയുന്ന ടീം അംഗം അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടസ്റ്റന്റുകൾ മൊത്തം എന്ത് ഇവിടെ ഈ ചർച്ചയിലാണ്. അവരാരും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒറ്റ മനുഷ്യൻ ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. യവൻ അവിടെ ഇരുന്ന് കുത്തി ഇങ്ങനെ ഇരിപ്പുണ്ട്. നമ്മൾ ചിരിച്ചു ചത്തു. കാരണം അല്ലെങ്കിൽ ഇവൻ ഇത് ചെയ്തത് പ്യുവർ കണ്ടന്റ് മേക്കിംഗ് തന്നെയായിരുന്നു. അതായത് അടുത്ത പ്രൊമോയിലും ഞാൻ പറയണം, സത്യം പറഞ്ഞാൽ അവൻ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. അവിടെ എങ്ങനെ വിജയിക്കുമ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഇവനൊരു കോമാളിയായിട്ട് അല്ലെങ്കിൽ ഒരു പട്ടി ഷോ നടത്തുന്ന ഒരുത്തവനായിട്ട് ഒരു പൗഡർ കുട്ടപ്പനായിട്ട് തന്നെ അവതരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മാത്രം ആരറിയുന്നില്ല. രതീഷ് അറിയുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പം അവിടെ പിന്നെ അതിനുശേഷം ഒരുപാട് വഴക്കിടക്കുന്നുണ്ട്. ജാസ്മിനുമായിട്ട് വഴക്കിടുന്നുണ്ട്. ഈ പറയുന്ന പവർ ടീം അംഗങ്ങളിൽ ഈ പറയുന്ന ആരാണ് നമ്മുടെ നോറയോട് ഈ പറയുന്ന നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്. ഞാൻ ഗബ്രിയും നോറയോട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോറ് കഴിച്ചു ഗബ്രി പറയുന്നത് ഞാൻ പറഞ്ഞു നീ അത് കഴിക്കരുതെന്ന് പറയുമ്പോൾ നോറ പറയുന്നു ഇല്ല കുഴപ്പമില്ല ഞാൻ കഴിക്കും, നീ വേണമെങ്കിൽ എന്നെ പണിഷ്മെന്റ് ചെയ്തു എന്ന് പറയുന്നു. അതിനുശേഷം ഗബ്രി അതിനെ മറ്റൊരു പിന്നീട് ഈ പറയുന്ന വേറൊരു വശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഗബ്രി പറയുന്നത് ഞാൻ ഇവിടുത്തെ പവർ ടീമിലെ അംഗമാണ്, ഈ ബാഡ്ജിന് പവറുണ്ട്, ഞാൻ പറയണ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയൊരു വിഷയമാക്കി എടുക്കുന്നുണ്ട്. അതിനടുത്ത് ഈ പറയുന്ന ജാസ്മിനും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഗബ്രി പറഞ്ഞത് പിന്നെ ശരിയാണ് എന്നുള്ള രീതിയിൽ പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട്. ഇവിടെ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഗബ്രി പറഞ്ഞത് ഞാൻ ആദ്യം തമാശയ്ക്കാണ് പറഞ്ഞത്, അപ്പോൾ അവരത് കേട്ടില്ല. കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സാണ്, ഞാനാണ് അവളെ വിളിച്ചിട്ട് ആഹാരം കൊടുത്തത്, ഞാൻ തമാശയ്ക്കാണ് പറഞ്ഞത്. അപ്പോൾ അവൾ പറഞ്ഞു ഈ പറഞ്ഞത് എന്താണ് പണിഷ്മെന്റ് തരാമെങ്കിൽ തന്നോളൂ എന്ന്. അപ്പൊ ഇവിടെ എന്റെ ചോദ്യം, താങ്കൾ തമാശയ്ക്കാണ് പറഞ്ഞപ്പം ഈ പറയുന്ന നോറയും തമാശയ്ക്ക് തിരിച്ചു പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തമാശയല്ല, നിങ്ങൾ പറഞ്ഞ തമാശ അവര് തിരിച്ചു. നിങ്ങൾ രണ്ട് ഫ്രണ്ട്സാണ്, അവൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം. നിങ്ങൾ തമാശയ്ക്ക് പറയുന്നു നീ അവിടെ ഞാൻ പിന്നെ പവർ ടീമിലെ അംഗമാണ്, ഞാൻ പറയുന്നത് കേൾക്കണം, നീ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അവിടെ അതേ രീതിയിൽ തമാശയ്ക്ക് തിരിച്ചു പറഞ്ഞായിട്ട് നിങ്ങൾ എടുത്തു. അപ്പൊ നിങ്ങൾ പറയുന്നത് മാത്രം തമാശ, മറ്റുള്ളവർ പറയുന്നത് തമാശയല്ല എന്ന് പറയുന്നത് തണ്ടിത്തനമാണ്. അതൊന്ന്. രണ്ടാമത് പവർ ടീമിന് പവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് നീ ആഹാരം കഴിക്കണ്ട എന്ന് പറയാനുള്ള പവറൊന്നും അവിടെ ഇല്ല. അതാണ് തണ്ടിത്തനം. ആ പവർ എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം പഠിക്കൽ. ഈ പറയുന്ന ഗബ്രി ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ആഹാരം തരുന്നില്ല. അങ്ങനെയല്ല പവർ യൂസ് ചെയ്യാനുള്ളത്. ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ട് ആഹാരം തരാതെ അല്ല പവർ യൂസ് ചെയ്യാനുള്ളത്. വേറെ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുന്നത് ആഹാരം കൊടുക്കാതെ അല്ല പണിഷ്മെന്റ് ചെയ്യാനുള്ളത്. മനസ്സിലായോ? തിന്നുകൊണ്ടിരിക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തന്റെ നീ ആഹാരം കഴിക്കരുത്, മതി, നിർത്ത്, കഴിച്ചു വെക്കോ എന്ന് പറയുന്നതല്ല പവർ ടീമിന്റെ പവർ. പിന്നെ മറ്റൊന്ന് കേസ്, പവർ ടീമിന് പവർ ഉണ്ട്. അവർ പലതും ഈ മറ്റുള്ള കണ്ടസ്റ്റന്റിനോട് പറയും ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ചെയ്യണോ വേണ്ടയോ, പവർ ടീം പറയുന്നത് കേൾക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ അംഗങ്ങളാണ്. അവിടെ അവരുടെ ബുദ്ധി. ഇവൻ പറയുന്ന എല്ലാം ചെയ്ത് സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അവിടെ ഒരു എന്ത് ചെയ്യണം, അവിടെ ഒരു അടി നടക്കണം, അവരുടെ വാഗ്വാദം ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ പവർ ടീമിനെ എങ്ങനെ എവരെ എന്തുകൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട പവർ ടീമിന്റെ അധികാരമാണ്. അവർക്ക് അതിനുള്ള പവറുണ്ട്. പക്ഷെ അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് പവർ ടീമിന്റെ ബുദ്ധി പോലെ ഇരിക്കും. അല്ലാതെ ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവൾ ആഹാരം കഴിപ്പ് നിർത്തിക്കൊണ്ട് അങ്ങനെയല്ല യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നിനക്ക് ഞാൻ നാളെ ആഹാരം തരത്തില്ല എന്നൊന്നും അല്ല പറയാം. അവർക്ക് പണിയെടുക്കുക, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ബെഡ് ഷിഫ്റ്റ് ചെയ്യുക, അവരുടെ അപ്പുറത്ത് നീ ഇവിടെയാണ് കിടക്കുന്നത്, നീ ഇവിടെ കിടക്കണ്ട. ഇപ്പം ജാസ്മിനും നോറയും ഒത്തു കിടക്കുന്നു വെച്ച് കഴിഞ്ഞു, ജാസ്മിൻ നീ ഇവിടെ കിടക്കണം, നീ വെച്ച് അപ്പുറത്ത് വയ്ക്കോ, അല്ലെങ്കിൽ അപ്പുറത്തെ ടീമിന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുപോയി ഇവർ ശത്രുക്കളെ അങ്ങോട്ടും കൂടി ഷിഫ്റ്റ് ചെയ്യുക. ഇവർ തമ്മിലൊരു അതാ ചെയ്യാനുള്ളത്. അല്ല അവർക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പിന്നീട് എന്താ പറയുക മൂടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഇപ്പോഴും ഗബ്രിക്ക് പറഞ്ഞുകൂടാ ഈ പവർ എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അതിനുശേഷം ഇപ്പൊ നടക്കുന്നത് ഏറ്റവും വലിയ വിറ്റാണ് ഈ പറയുന്ന ആരാണ് നമ്മുടെ രതീഷും ഈ പറയുന്ന നമ്മുടെ റോക്കി ബായും തമ്മിൽ അവിടെ റോക്കി പറയടാ നീ ഇറങ്ങിപ്പോടാ നീ എന്തിനാ കിടക്കുന്നത്, അത് ബിഗ് ബോസ് പറഞ്ഞ ഇറങ്ങിപ്പോടാ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നീ നേരെ പോയി പിന്നെ ഈ പറയുന്ന കൺവെൻഷൻ റൂമിൽ പറയടാ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പോലെ അവസാനം ഈ പറയുന്ന രതീഷിന്റെ വായിൽ നിന്ന് വീഴുന്നുണ്ട്. അത് ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കും. അപ്പൊ എന്റെ അത് കയറി ആര് ഗബ്രി റോക്കി പിടിക്കുന്നുണ്ട്. റോക്കി സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഊക്കി വിടുന്നുണ്ട്. രതീഷിനെ നല്ല രീതിയിൽ ഊക്കി വിടുന്നുണ്ട്. രതീഷ് തിന്നാനും വയ്യ, ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് ഇറക്കാനും വയ്യ, പിന്നെ കഴിപ്പിച്ചിട്ട് തുപ്പാനും വയ്യ, അങ്ങനെ എന്തോ പറയല്ലേ. ആ ഒരു സംഭവത്തിൽ ഈ പറഞ്ഞ ആരാണ് നമ്മുടെ രതീഷ് പെട്ട് നിൽക്കുകയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. അടിയെന്ന് വെച്ചാൽ ഇതുവരെക്കിട്ട് തീർന്നിട്ടില്ല. ഇങ്ങനെ തുടർന്ന് ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ ആയതിനു ശേഷം വീഡിയോ ഇടാന്ന് വെച്ചാൽ നടക്കുന്നില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.